വീണ്ടും ട്രെയിനിൽ തന്നെ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് ഈ കാണുന്നുള്ളത്. ഇപ്പോൾ ഇത് കാസർഗോഡാണ്, ഇത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം മോളിൽ നിന്നിട്ട് എടുത്ത വീടാണ് ഇത്. ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. എടുത്തേക്ക് എന്നുള്ള വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു കഷ്ണം കിട്ടിയപ്പോൾ ഇതിടാന്ന് വെച്ചു. ട്രിവാൻഡ്രം നമ്മൾ ക്ലാസ്, അതായത് മേക്കപ്പ് ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ച ഒരു ഫുഡിൻ്റെ ഇതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു. ഞാൻ ആ ഫുഡിൻ്റെ ടേസ്റ്റും ആ ഫുഡിൻ്റെ ആ ഒരു ചേലും കണ്ടിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നത്. നല്ല സൂപ്പർ എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. ഞാനും എൻ്റെ സിസ്റ്ററുമാണ് ഉണ്ടായത്. പിന്നെ ഒരു കോഫിയെല്ലാം കുടിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിൻ്റെ അവിടത്തേക്ക് പോയത്. വയറും മനസ്സും എല്ലാം ഒന്നിച്ച് നിറഞ്ഞു. എന്താ വെച്ചാൽ ട്രെയിനിൽ ഞാൻ നല്ലോണം ഉറങ്ങിയിട്ടാണ് വന്നത്. എന്താ വെച്ചാൽ ഞാൻ AC സ്ലീപ്പർ എടുത്തിട്ടാണ് വന്നത്. 3 ടയർ AC ഇല്ലേ, അതെടുത്തിട്ടാണ് വന്നത്. സിസ്റ്റർ ഓള് പെട്ടെന്നായതുകൊണ്ട് ഓള് ലേഡീസ് കമ്പാർട്ട്മെൻറ്റാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ നല്ലോണം ഉറങ്ങിയതിന് ഓൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓൾക്ക് പ്രശ്നമില്ല, ഓൾക്കത് ഒരു ശീലമാണ് എന്നാണ് ഓള് പറഞ്ഞത്. ഞങ്ങൾക്ക് ഉറങ്ങാതെ ശീലമല്ല. എന്താ വെച്ചാൽ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് എവിടെ പോകാനുള്ളത് നോക്കട്ടെ, ചിന്തിക്കട്ടെ. മണാലി പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ടേ. അങ്ങനെ റോട്ടിലേക്ക് കൂടിയിട്ട് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ക്ലാസ് പോയത്. റോട്ടിലേക്ക് കൂടി പോയിട്ട് അതിൽ കയറി. ക്ലാസ്സിൽ കയറുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളത്. ബാക്കിൽ നിന്ന് സിസ്റ്ററിനോട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എൻ്റെ മുടി കണ്ടിട്ട് എന്ത് വിചാരിക്കണ്ടാവുക, എൻ്റെ ഇത് ചെയ്തതെല്ലാം സ്മൂത്തൻ ചെയ്തതെല്ലാം പോയിട്ട് മുടി പ്രാന്തനായിട്ടുള്ളത്, ഒരു രസമില്ല. ഇത് കണ്ടില്ലേ, നമുക്കുള്ള ടാക്സും കാര്യങ്ങളാണ് അവിടെ വെച്ചിട്ടുള്ളത്. നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു. അങ്ങനെ MC ചെയ്യുന്ന ആള് നമ്മളോട് നല്ല പെരുമാറി, നമ്മളോട് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന പാർവതി രാജ് വന്നു. അവർ ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല ഓപ്പണായിട്ട് നമുക്ക് നമ്മളെ മേക്കപ്പിൻ്റെ ഐറ്റംസിൻ്റെ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടല്ലോ, അതെല്ലാം കറക്റ്റ് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നേൽ ചെയ്താൽ ഇങ്ങനെ, ആ സാധനം വാങ്ങി ഞാൻ ഫ്ലോപ്പ് ആയതാണ് ഈ സാധനം. അങ്ങനെ ഒരു കരയില്ലാത്ത വിധത്തിൽ നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മോഡലായിട്ട് വന്നത് ഒരു എനിക്ക് പേര് മറന്നു പോയിട്ട് ആ കുട്ടീൻ്റെ. നല്ലൊരു കുട്ടിയായിരുന്നു. അവർ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. നമുക്ക് ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ താഴെ ടാപ്പൊക്കെ ഒട്ടിച്ചിട്ട് അവർ ചെയ്തത് എന്താ വെച്ചാൽ താഴെ സ്പ്രെഡ് ആവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് എല്ലാം തുടങ്ങി. മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സാരി ഡ്രൈപ്പിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സാരി ഡ്രൈപ്പിംഗ് സെക്ഷനും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഞാൻ ഫ്രണ്ട് റോൾ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പാർവതി മാമിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഒരു മനസ്സുഖം അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ക്ലാസ് തുടങ്ങിയിട്ട് മേക്കപ്പ് ഓൾറെഡി ഡൺ ആയിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞിട്ട് ആയിരുന്നു സാരി ഡ്രൈപ്പിംഗ് ഉണ്ടായിരുന്നുള്ളത്. അവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ. പാർവതി മാമിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. മുടി ഉണ്ടില്ലേ, നല്ല അടിപൊളി മുടിയാണ്. അത് നമ്മളൊക്കെ വിചാരിക്കുന്നത് മുടി അങ്ങനെ ചെയ്തതാണ്, പക്ഷെ അല്ല, ഒറിജിനൽ മുടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് സാരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം. അത് ഞാൻ മറ്റേ വീഡിയോയിൽ ഉറക്കം വരുന്നു ഗൈസ്. മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ വീഡിയോ ഇതിലൊന്നും മനസ്സിലാത്ത ആൾ ആ വീഡിയോയിൽ പോവാം. ഞാൻ താഴെ ഇത് കൊടുക്കുക, നമ്മുടെ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇവർക്ക് സാരി ഡ്രൈപ്പിങ്ങും ഓർണമെൻറ്റ് സെറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആ വാക്ക് ചെയ്യുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്നു, കൂടെ പാർവതി മാം നടക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
അപ്പോൾ എങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒരു മേക്കപ്പ് വീഡിയോ ആണല്ലോ, നമുക്ക് അറിയേണ്ട കാര്യങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. പ്രൊഡക്റ്റ് നോളജ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് പറയാം ഏത് വിധത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കല്ല, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ട് ഒരു നല്ല ഇതിൽ നോക്ക്. പിന്നെ എൻ്റെ ഓരോ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ നാവ് വിളിക്കുന്നു ഗൈസ്, ബെല്ലൈക്കണൊക്കെ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കാണാമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.